നമസ്കാരം. ലോകരാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ വിരോധാഭാസം. ഇന്നലെ വരെ ഇറാനെ ശത്രുരാജ്യമായി വിശേഷിപ്പിച്ച അമേരിക്ക ഇന്ന് അതേ ഇറാനെ രഹസ്യമായി മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രയേൽ നിങ്ങളുടെ പ്രധാന നേതാക്കളെ വധിക്കാൻ ശ്രമിച്ചേക്കാം, ജാഗ്രത പാലിക്കൂ. ഇത് വെറും നയതന്ത്ര സന്ദേശമല്ല, പശ്ചിമേഷ്യയുടെ ശക്തി സന്തുലിതാവസ്ഥ മാറ്റിമറിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ്. ഇന്ന് വരെ ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവർ എന്ന് മാത്രം ലോകം വിലയിരുത്തിയ ട്രംപും നെതന്യാഹുവും വ്യത്യസ്ത ദിശയിലായിരുന്നോ ഇതുവരെ സഞ്ചരിച്ചിരുന്നത് എന്ന ചോദ്യം ഇവിടെ വീണ്ടും പ്രസക്തമാവുകയാണ്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ലോകത്തിന് സുപരിചിതമാണ്. എന്നാൽ ആ ബന്ധത്തിനും അതിരുകൾ ഉണ്ട് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചിയെയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിനെയും ലക്ഷ്യമിട്ട് ഇസ്രയേൽ വധശ്രമം നടത്തിയേക്കാമെന്ന ആശങ്ക അമേരിക്കയ്ക്കുണ്ടായിരുന്നു. ഈ സാധ്യത മധ്യപൂർവ്വ ദേശത്തെ ഇടനില രാജ്യങ്ങളിലൂടെ അമേരിക്ക ഇറാനെ രഹസ്യമായി അറിയിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് എന്നിവരെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടിരുന്നതായി കഴിഞ്ഞ ഏപ്രിലിൽ അമേരിക്ക ഇറാന് രഹസ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ദി ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ അടുത്തിടെയുണ്ടായ രൂക്ഷമായ ഫോൺ സംഭാഷണങ്ങൾക്കും എത്രയോ മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏപ്രിൽ 8 ഒന്നാം വെടിനിർത്തലിനു ശേഷമുള്ള ആഴ്ചകളിൽ വധശ്രമങ്ങൾ നടത്താനായിരുന്നു ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ളവരെ ഇസ്രയേൽ വധിച്ചതിനു പിന്നാലെയായിരുന്നു ഈ നീക്കം. ഏപ്രിൽ 12 ഇസ്ലാമാബാദിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം തിരികെ വരികയായിരുന്ന സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ വിമാനം ലക്ഷ്യമിട്ട് 2 ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഇറാഖ് വ്യോമപാത വഴി ഇറാനിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടിരുന്നതായി US അധികൃതർ കണ്ടെത്തി. അമേരിക്കയിൽ നിന്നുള്ള അതീവ രഹസ്യ വിവരം ലഭിച്ചയുടൻ ഇറാൻ ഈ വാർത്താ വിമാനത്തിലേക്ക് കൈമാറുകയും മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ വിമാനം നിശ്ചയിച്ച പാത മാറി ഇറാന്റെ വടക്കൻ പ്രവിശ്യയായ മഷ്ഹദിൽ അടിയന്തരമായി ഇറക്കുകയുമായിരുന്നു. ഇറാൻ വിഷയത്തിൽ ഇസ്രയേലും അമേരിക്കയും പുലർത്തിപ്പോന്ന സമാന താൽപര്യങ്ങളിൽ ഏപ്രിൽ മാസത്തോടെ തന്നെ വലിയ തകർച്ചയുണ്ടായതായി ഈ സംഭവം തെളിയിക്കുകയാണ്. US-ഉം ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും വ്യത്യസ്തമായ വഴികളാണ് തിരഞ്ഞെടുത്തത്. ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പുകളെയും നെതന്യാഹുവിന്റെ പരസ്യമായ തള്ളിപ്പറയലുകളെയും അവഗണിച്ചാണ് അമേരിക്ക സമാധാന ചർച്ചകളുമായി മുന്നോട്ട് പോയത് അല്ലെങ്കിൽ പോകുന്നത്. ദക്ഷിണ ലെബനനിലെ സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ട്രംപും നെതന്യാഹുവും തമ്മിൽ പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു എന്നും കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. കൂടാതെ സ്വകാര്യ ഫോൺ സംഭാഷണങ്ങളിൽ നെതന്യാഹുവിനെതിരെ ട്രംപ് അതീവ രൂക്ഷമായ ഭാഷ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്തരമൊരു നീക്കം നടത്തിയത്? ഉത്തരം വ്യക്തമാണ്. അന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം യുദ്ധം വ്യാപിക്കുകയല്ല, മറിച്ച് ചർച്ചകളിലൂടെ സംഘർഷം നിയന്ത്രിക്കുകയായിരുന്നു. ഇറാന്റെ പ്രധാന ചർച്ചാ പ്രതിനിധികൾ വധിക്കപ്പെട്ടാൽ എല്ലാ നയതന്ത്ര ശ്രമങ്ങളും തകരുമെന്ന് വാഷിംഗ്ടൺ വിലയിരുത്തി. അതുകൊണ്ടാണ് പതിറ്റാണ്ടുകളായി കടുത്ത വൈരികളായിരുന്ന ഇറാനെ പോലും അമേരിക്ക മുന്നറിയിപ്പ് നൽകാൻ തയ്യാറായത്. ഈ റിപ്പോർട്ട് മറ്റൊരു യാഥാർത്ഥ്യം കൂടി തുറന്നു കാട്ടുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലും അടുത്ത സഖ്യകക്ഷികളാണെങ്കിലും എല്ലാ വിഷയങ്ങളിലും ഒരേ നിലപാടല്ല സ്വീകരിക്കുന്നത്. ഇസ്രായേൽ സൈനിക സമ്മർദ്ദത്തിലൂടെ ഇറാനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അമേരിക്ക പല ഘട്ടങ്ങളിലും നയതന്ത്ര സാധ്യതകൾ നിലനിർത്താൻ ആഗ്രഹിച്ചുവെന്നാണ് ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സഖ്യത്തിനകത്തും തന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നതിന് ഇതൊരു പ്രധാന ഉദാഹരണമാണ്. ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതവും ചെറുതല്ല. ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുന്ന അമേരിക്ക, മറുഭാഗത്ത് ഇസ്രയേലിന്റെ ചില നീക്കങ്ങൾ മേഖലയെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയും പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് പശ്ചിമേഷ്യയിലെ ശക്തി രാഷ്ട്രീയത്തിന്റെ സങ്കീർണതയെ വ്യക്തമാക്കുകയാണ്. ഇനി ലോകം ശ്രദ്ധിക്കുന്നത് ഒരു ചോദ്യത്തിലേക്കാണ്: അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ കഴിയുമോ? അതോ സഖ്യത്തിന്റെ പേരിൽ മുന്നറിയിപ്പുകൾ നൽകുക മാത്രമാണോ വാഷിംഗ്ടണിന്റെ പങ്ക്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അമേരിക്ക ഇസ്രയേൽ ബന്ധത്തിന്റെ ഭാവിയെ മാത്രമല്ല, പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളുടെ ഭാവിയെയും നിർണ്ണയിക്കുന്ന ഘടകമായി മാറിയിരിക്കുകയാണ്.